ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനുമെതിരെ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഒട്ടുമിക്ക ഡ്രൈവർമാരും ലഹരി ഉപയോഗിച്ചാണ് ബസ് ഓടിക്കുന്നത്. ഇതൊന്നും പരിശോധിക്കാൻ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ തയ്യാറാകുന്നില്ല എന്നും ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. പെരുകാനുള്ള കാരണം ബസ്സുകൾ കൃത്യമായ സമയക്രമം പാലിക്കാതെയുള്ള മത്സര ഓട്ടം മൂലമാണ്. ലഹരിയുടെ ആലസ്യത്തിലാണ് ഒട്ടുമിക്ക ഡ്രൈവർമാരും വാഹനം ഓടിക്കുന്നത്. എന്നാൽ ഇത് പരിശോധിക്കാനോ ഈ സമയക്രമം പരിശോധിക്കാനോ മോട്ടോർ വാഹന വകുപ്പും പോലീസും തയ്യാറാവുന്നില്ല. ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ 1-2 ദിവസം റോട്ടിലിറങ്ങി പേരിന് മാത്രം ഒരു പരിശോധനയിൽ ഒതുക്കുന്ന ഒരു രീതിയാണ് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ കാലാകാലങ്ങളായിട്ട് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിച്ചു വരുന്നത്. ഈ ഗുരുതരമായ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചേ മതിയാവും. ഗോകുൽ കെ വേണുഗോപാൽ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഗോകുല, ഇന്നലെ കുറ്റ്യാടിയിൽ ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ ഇത് അല്പസമയം മുമ്പ് ദേവനന്ദ എന്നൊരു വിദ്യാർത്ഥി കണ്ണൂരിൽ. ഇത്തരത്തിൽ ബസിന്റെ അമിത വേഗത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണത്തിൽ ആ പട്ടികയിലേക്ക് കൂടുതൽ പേർ വരുമ്പോഴും ഇവരെ നിയന്ത്രിക്കേണ്ടവർ എന്ത് ചെയ്യുകയാണ്? ആരാണ് ഇവരെ നിയന്ത്രിക്കേണ്ടത്? അവർക്കിപ്പോൾ എന്താണ് പണി? പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ നടക്കുന്നു. ഇന്നലെ വൈകിട്ട് നടന്നിട്ടുള്ള അപകടമെന്ന് പറയുന്നത്, അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. ആ വിദ്യാർത്ഥി മരിക്കുന്നത് കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 2ാമത്തെ സംഭവമാണ്. മാത്രമല്ല, മരണം സംഭവിക്കുന്നതോടൊപ്പം തന്നെ അടിക്കടിയായിട്ടുള്ള വാഹന അപകടങ്ങളും നടക്കുന്നുണ്ട്. അമിത വേഗതയാണ് ഇത്തരത്തിൽ വാഹനാപകടം നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ആരോപണം നാട്ടുകാർക്കിടയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഒന്നും ഉയരുന്ന സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഒന്നും വ്യക്തമായ പരിശോധന നടത്താൻ തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനമാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ നടത്തുന്നത്. പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഷമീർ നളന്തയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ മരണമോ ഉണ്ടാവുന്ന സമയത്ത് ആളുകളുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിൽ ഒരു പരിശോധന നടത്തുന്നു. എന്നാൽ ആ പരിശോധന കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഡ്രൈവർമാരൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. ഈ വാഹനങ്ങൾ, ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ കൃത്യമായ സമയക്രമം പാലിക്കുന്നില്ല. അത് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള നടപടികളും ഈ പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടാകുന്നു. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. അടിക്കടി അപകടം നടക്കുന്ന സ്ഥലം. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ജനകീയ പ്രതിഷേധം ഉണ്ടാകുമ്പോഴും പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപവും പരാതിയുമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. സുഹൈൽ.